പണ്ട് കുറിഞ്ഞി നാട്ടിൽ ഒരച്ഛനും മോളും ഉണ്ടായിരുന്നു. നീതുമോൾ എന്നായിരുന്നു പേര്. അവളുടെ അമ്മ അവളെ ജനിച്ചപ്പോഴേ മരിച്ചുപോയി. പിന്നെ അവളെ നോക്കിയത് ഈ പാവം മുത്തശ്ശിയും അവളുടെ പാവം അച്ഛനുമാണ്. എടാ ഗോപാല, നിന്നോട് എത്ര നാളായടാ ഞാൻ പറയണു ഒരു കല്യാണം കഴിക്കാൻ. ഞാൻ എത്ര നാളുണ്ടാവുന്നാടാ നിന്റെ വിചാരം? പിന്നെ ഈ പാവം മോളെ ആര് നോക്കാനാടാ? അവൻ പോയി, അവൻ ഇതിനെപ്പറ്റി പറഞ്ഞതിന് അല്ലെങ്കിലും പിടിക്കില്ലല്ലോ. ഞാൻ പോയി കഴിഞ്ഞാൽ അവന് മനസ്സിലാവുള്ളൂ. 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും നീതുമോളുടെ പാവം മുത്തശ്ശി മരിച്ചുപോയി. പിന്നെ എപ്പോഴും നീതുമോൾ ഒരേ കരച്ചിലാ. സങ്കടം കാണാൻ പറ്റാണ്ടായി നീതുമോളുടെ അച്ഛന്. അങ്ങനെ അവസാനം നീതുമോളുടെ അച്ഛൻ ഒരു പുതിയ അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു നീതുമോൾക്ക് വേണ്ടി. ഹായ്, അമ്മ വന്നേ, അമ്മ വന്നേ. പക്ഷേ കാര്യങ്ങളൊന്നും നീതുമോളും അച്ഛനും വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. ആദ്യമൊക്കെ രണ്ടാനമ്മയ്ക്ക് നീതുമോളെ വലിയ ഇഷ്ടമായിരുന്നു. പിന്നീട് അങ്ങോട്ട് കഥയൊക്കെ മാറി. അതിന് കാരണം വേറൊന്നുമായിരുന്നില്ല. രണ്ടാനമ്മ വന്നത് തൊട്ട് നീതുമോളുടെ അച്ഛന് ശുക്രനായിരുന്നു. അവർ പഴയ വീട്ടിൽ നിന്നും പുതിയ വീട്ടിലോട്ട് താമസം മാറി. അതുകൊണ്ട് തന്നെ നീതുമോളുടെ അച്ഛന് പഴയ ഇഷ്ടമൊന്നും നീതുമോളോട് ഉണ്ടായിരുന്നില്ല. രണ്ടാം ഭാര്യയെയും അവരിൽ പിറന്ന മകളെയുമായി കൂടുതൽ സ്നേഹം. എടി, നിന്നോട് എത്ര നേരം ഈ പാത്രമൊക്കെ കഴുകി വെക്കാൻ പറയണോ? അല്ല, നീ കൊച്ചിനുള്ള പാല് ചൂടാക്കിയാ? അതും ചെയ്തു വെച്ചിട്ടുണ്ടമ്മേ. എടി, നിന്നോട് പറഞ്ഞിട്ടില്ലേ വെള്ളം വെറുതെ കളയരുതെന്ന്? വെറുതെ വായം പൊളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നോളൂ അവള്. അങ്ങനെ നീതുമോളും അനിയത്തി നിത്യമോളും വളർന്ന് വലുതായി. നിത്യമോൾ രണ്ടാനമ്മയുടെ തനി പകർപ്പായിരുന്നു. മോളെ, നീ എന്താ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്? എനിക്കിതൊക്കെ മതി, നിങ്ങൾ നിങ്ങളുടെ കാര്യം അന്വേഷിച്ചാൽ മതി. അങ്ങനെ നീതുമോളും നിത്യമോളും അവർക്ക് ഇഷ്ടമുള്ള ചെറുക്കനെയും കണ്ടുപിടിച്ചു. പക്ഷെ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടത് ഒരേ ഒരു ചെറുക്കനെയായിരുന്നു. ദേശായി കുടുംബത്തിലെ 2 ആൺമക്കളാണ് ഗിരിയും ഗൗതമും. കണ്ണട വെച്ചിട്ടുള്ളത് ഗിരിയും, താഴത്തത് ഗൗതമും. ഗിരിക്ക് ഇഷ്ടം നീതുമോളെയാണ്, പക്ഷേ നിത്യമോൾക്ക് ഇഷ്ടം ഗിരിയെയും. ചേട്ടാ, എനിക്ക് ആ യെല്ലോ കളർ ഡ്രസ് ഇട്ട കുട്ടിയെ ഇഷ്ടമായി. മിണ്ടാതെ വാടാ. ഹലോ, എനിക്ക് എന്റെ സിസ്റ്ററിന് വേണ്ടി ഒരു ഹെയർ ബോ ഉണ്ടാക്കി തരാമോ? ഓ, താനോ? താൻ എല്ലാ ദിവസവും ഈ ഹെയർ ബോ വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ, അതെന്താ കാര്യം? അത് പിന്നെ എന്റെ അനിയത്തിക്ക് ഈ ഹെയർ ബോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാ. എന്നാ പിടിച്ചോ. തന്റെ സ്വന്തം അനിയത്തിയാണോ? അല്ല, എന്റെ കസിൻ സിസ്റ്ററാ. അങ്ങനെ ഗിരിയും ഗൗതമും പെണ്ണ് കാണാൻ വേണ്ടി ഇവരുടെ വീട്ടിലോട്ട് വന്നു. ഞങ്ങൾക്ക് ഒരൊറ്റ കണ്ടീഷനുള്ളൂ. വിവാഹം നടത്തുന്നത് ഞങ്ങളുടെ രീതിപ്രകാരമായിരിക്കണം. അറിയാലോ, ഞാനൊരു മറാഠിക്കാരിയാ. ഇവിടെ വന്ന് ഭർത്താവിൻ്റെ നാട്ടിൽ വന്നിട്ടാണ് ഇവരുടെ ഭാഷ ഒക്കെ പഠിച്ചത്. അതുകൊണ്ട് പക്ഷേ കല്യാണം നടത്തുന്നത് എൻ്റെ ആചാരപ്രകാരമായിരിക്കണം. അതായത് വിവാഹത്തിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കാനും പാടില്ല. തലയിൽ ഒരു ഷാൾ വെച്ച് മറച്ചതിന് ശേഷം മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ഓ, അതിനെന്താ, ആയിക്കോട്ടെ, എല്ലാം നിങ്ങളുടെ ഇഷ്ടപ്രകാരം. പക്ഷേ ഇപ്പോഴും നിത്യമോൾക്കറിയില്ല നിത്യമോൾ വിവാഹം കഴിക്കാൻ പോകുന്നത് ഇളയ മകൻ ഗൗതമിനെയാണെന്ന്. നിത്യമോൾ വിചാരിച്ചിരിക്കുന്നത് നിത്യമോൾ വിവാഹം കഴിക്കാൻ പോകുന്നത് ഗിരിയെയാണെന്നാ. അങ്ങനെ വിവാഹ ദിവസം വന്നെത്തി. നീതുമോളും നിത്യമോളും മുഖം മറച്ച് കണ്ണുകൾ അടച്ച് വിവാഹം കഴിക്കാൻ പോവുകയാണ്. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് നിത്യമോൾ താൻ സ്നേഹിച്ച ആളെയല്ല വിവാഹം കഴിച്ചതെന്നുള്ള സത്യം അറിയുന്നത്. നിത്യമോൾക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. എങ്കിലും ജീവിതം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള സത്യം അവൾ മനസ്സിലാക്കി.